നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭർത്തൃപീഡന കേസിൽ പ്രതി രാഹുൽ വിവാഹ തട്ടിപ്പുകാരൻ. കോട്ടയത്തും എറണാകുളത്തും വിവാഹം രജിസ്റ്റർ ചെയ്തു. മുൻ വിവാഹങ്ങളുടെ വിവരം മറച്ചുവെച്ചുവെന്ന് നവവധുവിന്റെ പിതാവ്. മർദ്ദനം നടന്നെന്ന് സമ്മതിച്ച് പ്രതി രാഹുലിന്റെ മാതാവ്. വീഴ്ച വരുത്തിയ പന്തീരങ്കാവ് SHOയ്ക്ക് സസ്പെൻഷൻ. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തിവന്ന സമരം പിൻവലിച്ചു. തീരുമാനം ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ. സമരസമിതിയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. നാളെ മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിക്കും. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. മലപ്പുറം മുന്നിയൂർ സ്വദേശിയായ 5 വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ. രോഗലക്ഷണങ്ങളുമായി 4 പേർ ചികിത്സയിൽ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ എലിപ്പനി ബാധിച്ച് ഒരു മരണം. കാസർഗോഡ് തട്ടിക്കൊണ്ടുപോയ 10 വയസ്സുകാരി ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. കേസിൽ 3 പേർ പിടിയിൽ. പിടിയിലായത് ലഹരി സംഘത്തിൽപ്പെട്ടവർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. തിരുവനന്തപുരം അമ്പൂരിയിൽ ഗുണ്ടാക്രമണം. കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയെ ഉൾപ്പെടെ നടു റോഡിൽ മർദ്ദിച്ചു. 17-കാരൻ കസ്റ്റഡിയിൽ. സംസ്ഥാനത്ത് ഗുണ്ടകളെ പിടികൂടാൻ വ്യാപക പരിശോധന. കേരളം ഗുണ്ടകളുടെ നിയന്ത്രണത്തിലെന്ന് പ്രതിപക്ഷ നേതാവ്. പന്തീരങ്കാവിൽ നവവധുവിനെ ക്രൂരമായി മർദ്ദിച്ച പ്രതി രാഹുൽ P. ഗോപാലിനെതിരെ കൂടുതൽ പരാതികൾ. രാഹുൽ വിവാഹ തട്ടിപ്പുകാരനാണെന്ന് ആക്ഷേപം.